ഞാനും മമ്മൂക്കയും കൂടെ ഒരു പടം വരുന്നു, അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് ലോക്ക് ചെയ്തു ഡിഫറെന്റ് ആണ്. മേ ബി കുറച്ചുകൂടി ഫസ്റ്റിന്റെ ഒരു പാറ്റേണിലേക്കാണ് അത് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡിനേക്കാൾ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല. ജോർജുട്ടിയുടെ കുടുംബത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇനി അടുത്തതായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത് ജോർജ് കുട്ടിയുടെ വരവിനാണ്. അതൊരു 1.5 വരവായിരിക്കുമോ? ഒരു അരവരവെന്നൊക്കെ ഇതിന്റെ പ്രശ്നമല്ലോ, അത് എക്സ്പെക്ടേഷൻ ആണ്. ഇപ്പം വണ്ണ് ദൃശ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ണിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നു. 2 എഴുതിയപ്പം ആ കഥ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ, പ്രത്യേകിച്ച് ആ റൈറ്റർ വന്നിരുന്ന് കഥ പറയുമ്പോൾ അങ്ങനെ ഒരു കട്ടിങ് ഒക്കെ അത് വന്നപ്പോൾ അതങ്ങനെ സംഭവിച്ചതാണ്. അല്ല ഞാനൊരു വ്യത്യസ്തമായ സ്ക്രിപ്റ്റ് ചെയ്തേക്കാൻ നിർത്തിയതല്ല. ഇപ്പൊ 3rd വരുമ്പോ ഇപ്പൊ ഞാൻ ചിലര് അനൗൺസ് ചെയ്തപ്പോ ഇതിന്റെ അടിയിൽ എഴുതിയേക്കുന്നുണ്ട് സെക്കൻഡിനേക്കാൾ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല. 3rd ഞാൻ കഥയെ അപ്രോച്ച് ചെയ്യുന്ന രീതിയുണ്ട്. അവിടുത്തെ സംഭവവാസങ്ങൾ എന്താണ്, ആ സംഭവവാസങ്ങൾ എങ്ങനെ ഓഡിയൻസിലേക്ക് പ്രസന്റ് ചെയ്യണം, അതിനു വേണ്ടിയും സ്ക്രിപ്റ്റ് ചെയ്യും. അതുകൊണ്ട് സെക്കൻഡിന്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണേ അല്ല, ടോട്ടലി ഡിഫറെന്റ് ആണ്. മേ ബി കുറച്ചുകൂടി ഫസ്റ്റിന്റെ ഒരു പാറ്റേണിലേക്കാണ് അത് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കരമായ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഒക്കെ എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് എനിക്കറിയില്ല. അതുകൊണ്ട് അതധികം പ്രതീക്ഷിക്കാതെ വരിക. ജോർജുട്ടിയുടെ കുടുംബത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 4 വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ വരിക. അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയോടെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ദൃശ്യത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് മലയാളം മാത്രമല്ല തെലുങ്കും ഹിന്ദിയും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുക. അപ്പൊ പല തിയറീസ് ഒക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഹിന്ദിയാണ് ആദ്യം റിലീസ് ചെയ്യുക, അത് കഴിഞ്ഞായിരിക്കും മലയാളം. ഇതിനിടയിൽ തെലുങ്ക് ജിത്തു ജോസഫ് സൈമൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്യും. അങ്ങനെ പല തിയറീസ് ഉണ്ട്. ശരിക്കും എന്താ മലയാളം തന്നെയാണോ ആദ്യം ഇറങ്ങുന്നത്? ഇതിന്റെ തിയറീസിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഈയിടെ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഒരു 2 ആഴ്ച മുമ്പ് ഞാനും മമ്മൂക്കയും കൂടെ ഒരു പടം വരുന്നു, അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ സംഭവം അറിഞ്ഞില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അത് ഓൺലൈൻ ന്യൂസിൽ വന്ന ഒരു ഇതാണ്. അവര് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, എന്താണ് 3rd വല്ല നീക്കങ്ങളുണ്ടോ? അപ്പൊ പറഞ്ഞിങ്ങനെ നോക്കുവാണ് ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവർക്കും ഇങ്ങനെ ഒത്തിരി പേര് ഇത് അയക്കുന്നുണ്ട്, പുറത്തുനിന്ന് വല്ലതും നോക്കുന്നുണ്ടോ? ഞാൻ ഇല്ല, പുറത്തുനിന്ന് നോക്കുന്നില്ല. എനിക്കും ഞാൻ പറയാം, എനിക്കും അയക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ഐഡിയ കിട്ടി. ഞാനത് ഡെവലപ്പ് ചെയ്തപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ അവരൊരു താല്പര്യം പറഞ്ഞു, ഒന്നിച്ചൊന്ന് റിലീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവരുടെ ഇതിന്റെ ഇപ്പോഴത്തെ പ്രത്യേകം ചില മലയാള സിനിമ ഇറങ്ങിയാല് പാൻ ഇന്ത്യൻ ആയിട്ട് ആൾക്കാർക്ക് കാണും. അതിപ്പോ ജസ്റ്റ് സബ് ടൈറ്റിലാണെങ്കിലും ആൾക്കാർ കാണും. അപ്പം ഇവരുടെ റവന്യൂ ബാധിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരു ഡിസ്കഷൻ നടന്നു. അതിന്റെ ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോ ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി, അത് അവരിവിടെ വന്നു, അത് ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു, ചില ഡിസ്കഷൻസ് ഉണ്ടായി. ഓഫ് കോഴ്സ് അവർക്ക് കൾച്ചറലി കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യണം. അപ്പൊ അവരതിന്റെ പ്രോസസ്സിലാണ്. ഇതാണ് അതിന്റെ നിജസ്ഥിതി. നമ്മള് ഒരു സിനിമ എപ്പോഴാണ് മജോറിറ്റി ഇഷ്ടപ്പെടുമ്പോഴല്ലേ, അപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഇപ്പൊ ദൃശ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ 1 ചിലർക്ക് ഇഷ്ടം, ചിലർ 2 അതിനേക്കാൾ നല്ലത് എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ ഓരോ സബ്ജക്ട് എടുക്കുമ്പോൾ ഡിഫറെന്റ് എന്ന് എനിക്ക് തോന്നിയാ ചെയ്യുന്നത്. അപ്പൊ വളരെ സന്തോഷം തോന്നിയുണ്ട് ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ. എനിക്കൊരു പേടിയായിരുന്നു, ഇത് എന്താ പറയാ റെപ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരേ പാറ്റേൺ വരുന്ന പോലെ തോന്നുന്നുണ്ടോ എന്നൊരു പേടിയായിരുന്നു. അതൊരു ഭയങ്കര സന്തോഷം.